ഇന്നലെ 9:25 പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മിനി ആളില്ലാ വിമാനം UAV ഡ്രോൺ, ഒരു മിനി ഡ്രോൺ തന്നെയാണത്, ആളില്ലാ വിമാനം പതിച്ചു. അത് വലിയ ഒരു ചർച്ചയായി മാറുകയും ചെയ്തു. പാക് സൈന്യം ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും ഇന്ത്യൻ സേന പറയുന്നത് സാങ്കേതിക പിഴവ് മൂലം ഭിംബർ ഗലി എന്ന് പറയുന്ന നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ സൈനിക പരിശീലനം നടക്കുന്നിടത്ത് നിന്നും ആണ് ഈ വിമാനം പറന്നു പൊങ്ങിയത്. സാങ്കേതിക പിഴവ് മൂലമാണ് പാകിസ്ഥാൻ്റെ നിക്കിയൽ സെക്ടറിലേക്ക് പറന്നു പോവുകയും അവിടെ പതിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ വിമാനം തിരിച്ചു തരണം, ഈ ആളില്ലാത്ത വിമാനം അഥവാ ഡ്രോൺ തിരിച്ചു തരണമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സേന പാകിസ്ഥാന് സന്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ആകസ്മികമല്ല എന്ന് ചില പാക് മാധ്യമങ്ങളും പറയുന്നു. കാരണം 2022 മാർച്ചിൽ ഇതുപോലെ ഒരു മിസൈൽ പാകിസ്ഥാനിൻ്റെ മണ്ണിൽ പതിച്ചിരുന്നു. ആളില്ലാത്ത ഇടമായിരുന്നു, ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ ചൊല്ലി ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വലിയ റാലികളും പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഈ 2022 മാർച്ചിൽ ഈ പതിച്ച മിസൈൽ ബ്രഹ്മോസ് ആണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞു. അത് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ ടെസ്റ്റ് നടത്തി ഇത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നൊക്കെയുള്ള അനവധി വാർത്തകൾ വന്നു. കാരണം ഇന്ത്യൻ മിസൈലുകൾക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ ആവശ്യക്കാരായുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നടത്തിയ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നിരിക്കാം അന്ന് നടന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഏതായാലും അന്ന് നടന്നത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. അതിന് തൊട്ട് പിന്നാലാണ് ഇപ്പോൾ 2024 കഴിഞ്ഞ ദിവസം ഇന്നലെ 9:25 പാകിസ്ഥാൻ്റെ നിഖയാൽ സെക്ടറിലേക്ക് നമ്മളുടെ ഇന്ത്യൻ സേനയുടെ മിനി ആളില്ലാ വിമാനം UAV പതിച്ചത്. ഏതായാലും ആ വിമാനം തിരിച്ചു തരുമോ, പാകിസ്ഥാനിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നതെന്നൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യ നൽകിയൊരു സൂചനയാണോ എന്ന് കൂടി ഒരു സംശയമുണ്ട്. കാരണം പഞ്ചാബിൻ്റെയും മറ്റും അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് ഡ്രോൺ പറത്തി വിടുന്നത് പാക് സേനയാണ് എന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. ഇത് ചൈനയുടെ ഡ്രോണാണ് പറത്തി വിടുന്നത്, മയക്കുമരുന്നും ആയുധങ്ങളും ഒക്കെ ആയിട്ട്. അതിന് പകരം ഒരു സൂചന നൽകിയതാണ് എന്ന തരത്തിലും ചില വാർത്തകൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.